സാർ നമസ്കാരം. നമസ്കാരം. സാർ, ബില്ലുകളിൽ തീരുമാനമെടുക്കാനായിട്ട് രാഷ്ട്രത്തലവനും ഭരണഘടനയുടെ കാവലാളുമായിട്ടുള്ള രാഷ്ട്രപതിക്കുമൊക്കെ സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്രവണതയാണോ? അങ്ങനെ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് വരെ സമയം നിശ്ചയിക്കാനുള്ള ഒരു അധികാരം ഉണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതിൽ തന്നെ നമ്മുടെ കേരള ഗവർണർ ആയിട്ടുള്ള ആർലേക്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നുള്ളത്. ഈ രണ്ട് വിഷയങ്ങളും ഇപ്പൊ അന്തരീക്ഷത്തിൽ വളരെയധികം ചർച്ച നടക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു ശരിയായ സത്യാവസ്ഥ? എന്താണ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അതീവ ഗൗരവത്തോടെ ഇന്ത്യയിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു ജനാധിപത്യ രാജ്യം, ആ ജനാധിപത്യ രാജ്യത്തിന് അടിസ്ഥാനപരമായ മൂന്ന് കാലുകളിൽ ഒരു മുക്കാലി പോലെ, ഒരു ട്രൈപോഡ് പോലെയാണ് അത് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതാണ്. നിയമ നിർമ്മാണ അധികാരമുള്ള പാർലമെന്റും നിയമസഭകളും, ലെജിസ്ലേച്ചർ. രണ്ടാമത്തേത് ജുഡീഷ്യറി, അതായത് നിയമത്തെ വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്ന, നിയമപരമായ കാര്യങ്ങളെ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന കോടതി, ജുഡീഷ്യറി. മൂന്നാമത്തേത് എക്സിക്യൂട്ടീവ്, അതായത് പാർലമെന്റ് പാസ്സാക്കുകയും കോടതികൾ വിശദീകരിക്കുകയും ചെയ്ത കാര്യങ്ങളെ നടപ്പിലാക്കുക. അതാണ് മൂന്നാമത്തെ ഭാഗം. അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഒരു ഒരു ജനാധിപത്യ രാജ്യം നിലനിൽക്കേണ്ടത് എന്നത് അടിസ്ഥാനപരമായി തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മളുടെ നിയമനിർമ്മാണ അധികാരമുള്ള ലെജിസ്ലേച്ചർ, പിന്നെ അതിനെ നിർവചിക്കുന്ന ജുഡീഷ്യറി, അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സംവിധാനം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ഇതിന് മൂന്നിനും കൃത്യമായ അതിർവരമ്പുകളുണ്ട്. ഈ കൃത്യമായ സ്ഥാനങ്ങൾ തെറ്റിയാൽ രാജ്യം മറിഞ്ഞു വീഴും. അതായത് ഒരു മുക്കാലി നമ്മൾ സങ്കല്പിക്കുക, ആ മുക്കാലിയിലെ ഓരോ കാലിനും കൃത്യമായ സ്ഥാനത്ത് അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, സ്ഥാനം തെറ്റിയാൽ മുക്കാലി മറിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ രാജ്യം മറിഞ്ഞു വീഴും. അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിമാർ, ഒന്നോ രണ്ടോ ജഡ്ജിമാർ അപകടകരമായ സ്ഥാനഭ്രംശം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തെ അട്ടിമറിക്കുന്ന നടപടിയായി മാറിക്കൂടായികയില്ല. ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. പാകിസ്ഥാനിൽ പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമല്ല, ഇസ്ലാമിക സ്റ്റേറ്റ് ആണെന്ന് അവരുടെ ഭരണഘടനയിലുണ്ട്. പക്ഷെ അതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പട്ടാളം ഭരണം പിടിച്ചു. ആ സമയത്ത് അവിടുത്തെ സുപ്രീം കോടതി ഈ പട്ടാള ഭരണത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് വിധി പ്രഖ്യാപിച്ചത്. നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യം എന്ന് പോലും പറയുകയാണെങ്കിൽ ഒരു ഭീകര താവളം എന്ന് വേണമെങ്കിൽ പറയാം, എന്നിട്ട് പോലും അവിടുത്തെ ജുഡീഷ്യറി പട്ടാള ഭരണത്തെ റദ്ദ് ചെയ്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ത്യയില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഇല്ല, മതേതരത്വം ഇല്ല, ജുഡീഷ്യറി ഇല്ല, ലെജിസ്ലേച്ചർ ഇല്ല, എക്സിക്യൂട്ടീവ് ഇല്ല, ഒരു ചുക്കുമില്ല. എന്നിട്ട് ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഏകാധിപത്യപരമായി വിട്ടുകൊടുത്തപ്പോ അതിനെ ഇന്ത്യയിലെ സുപ്രീം കോടതി ശരിവെച്ചു. ആ ശരിവെച്ച സുപ്രീം കോടതി ജഡ്ജി, അയാളുടെ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വ്യക്തിയോട് പിന്നീട് അടിയന്തരാവസ്ഥ എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മോശമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ആ ജഡ്ജി യാതൊരു ഉളുപ്പുമില്ലാതെ, നാണമില്ലാതെ ആ ജഡ്ജി പറഞ്ഞത്, എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് അനുസരിച്ചതാണ് എന്ന്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ സുപ്രീം കോടതി, എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് അനുസരിച്ചതാണ് എന്ന്. അപ്പോൾ പാകിസ്ഥാനിലെ കോടതിക്ക് പേടിക്കണ്ടേ? പട്ടാള ഭരണം നിലവിലിരിക്കുമ്പോ നിന്നെ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ പട്ടാളം അപ്പോൾ വെടിവെച്ചു കൊല്ലുകയല്ലേ? എന്നിട്ട് പാകിസ്ഥാനിലെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർക്ക് പേടിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ പേടിയായിരുന്നത് കൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ഈ സുപ്രീം കോടതി. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇന്ത്യൻ ജനത ഞെട്ടലോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ആരാ?
സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, മക്കൾ ഭരണമാണ്, കുടുംബവാഴ്ചയാണ്, ജനാധിപത്യത്തിൽ അതൊന്നും ശരിയല്ല എന്ന്. സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പൂപ്പന്മാരായിട്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ്. ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഹാജരാക്കാം. ലിസ്റ്റ് ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ ലിസ്റ്റ് അപൂർണമായി പോകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അവന്റെ മകൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, വേറൊരു ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, മരുമകൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, വേറൊരാൾ ജസ്റ്റിസ് ആയിരുന്നു, അയാളുടെ സഹോദരൻ ജസ്റ്റിസ് ആയിരുന്നു, മകള് ജസ്റ്റിസ് ആയിരുന്നു. അങ്ങനെ ഒരു കുടുംബ വാഴ്ചയുടെ ഈറ്റില്ലമായിട്ട് മാറിയിരിക്കുകയല്ലേ ഇന്ത്യൻ ജുഡീഷ്യറി. പറയാതിരിക്കാൻ വയ്യ. ഇത്ര വലിയ നാണം കെട്ട ആ സ്ഥാനത്ത് കയറി ഇരുന്നിട്ടാണ് അവര് ഇന്ത്യൻ പ്രസിഡന്റിനും ഗവർണർക്കും അധികാരം ഇങ്ങനെ വേണം എന്ന് കൽപ്പിക്കുന്നത്. കൽപ്പിക്കാൻ സുപ്രീം കോടതിക്ക് എന്ത് അധികാരമുള്ളത്? എവിടെയാണ് ഈ അധികാരം പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഭരണഘടന എടുത്ത് വായിച്ച് കേൾപ്പിക്കട്ടെ. ഭരണഘടനയുടെ ഇന്ന സ്ഥാനത്ത് ഇത്രാമത്തെ ക്ലോസിൽ ഇത്രാമത്തെ ആക്ടിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ഈ സുപ്രീം കോടതിക്ക് കഴിയുന്നില്ലല്ലോ, ഒരു ജഡ്ജിക്കും കഴിയുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വളരെ സീരിയസ് ആയിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന ഏതോ ശക്തികളുടെ ആകർഷണ വലയത്തിലാണോ ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാർ എന്ന് ഗൗരവതരമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തരത്തിലൊരു വിധി പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല. കാരണം ഈ പറയുന്ന ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഈ ചോദ്യം മുഴുവൻ ചോദിക്കുന്ന ഇന്ത്യൻ ജനതയോടാണ്. പ്രജിത എന്നോട് ചോദിക്കുന്ന ഇന്ത്യൻ ജനതയുടെ പ്രതീകമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ത്യൻ ജനതയോട് ചോദിക്കുന്നു, 3 മാസത്തിനകം തീരുമാനം എടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നിരിക്കട്ടെ. ഒരു ഇന്ത്യയിലെ ഒരു പ്രസിഡന്റ്, രാഷ്ട്രപതി പറയാ, എനിക്ക് സൗകര്യമില്ല, എനിക്കിട്ട് മനസ്സില്ല, നീ എന്നാ അങ്ങ് ചെയ്യ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതിക്ക് ഒരു ചൂക്കും ചെയ്യാൻ പറ്റിയല്ല. എവിടെ പറഞ്ഞിരിക്കുന്നു? രാഷ്ട്രത്തലവൻ തന്നെയല്ലേ? രാഷ്ട്രത്തലവനേക്കാൾ വലുതാണോ സുപ്രീം കോടതിയുടെ? ഒരിക്കലുമല്ല. എവിടെയാണ് അത് മറന്നു പോകുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. രാഷ്ട്രത്തലവനെ കൽപ്പിക്കാൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണുള്ളത്? ഇല്ലാത്തിടത്തോളം കാലം ഒരു ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അല്ലാതെ ലെജിസ്ലേച്ചർ ചെയ്യേണ്ടതായ കാര്യം എന്തിനാണ് ജുഡീഷ്യറി കൈകടത്തുന്നത്? ലെജിസ്ലേച്ചർ ചെയ്യട്ടെ. ഇന്ത്യൻ പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് കൂടി തീരുമാനിക്കുന്ന ഒരു നിയമം ഭരണഘടനയുടെ ഭാഗമാകണമെങ്കിൽ അതിന് രാഷ്ട്രപതി ഒപ്പുവെക്കണം. രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടില്ലേ ഭരണഘടനയുടെ ഭാഗമാവില്ല. അങ്ങനെ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിൽ വായിച്ചു നോക്കിയിട്ട് നിയമം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വിധി ഇങ്ങനെയാണ്, ഇവിടെ വരെയല്ലേ അധികാരമുള്ളൂ ജുഡീഷ്യറിക്ക്. എന്നിട്ട് ആ ജുഡീഷ്യറി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തലവനെ നിയന്ത്രിക്കാൻ മാത്രം കടന്നുവെങ്കിൽ അതിന് മറുപടി പറയാനുള്ളത് വേലി ചാടുന്ന പശു കോലുകൊണ്ട് ചാകും എന്നുള്ളതാണ്. എന്ന് കരുതിയാൽ ഇപ്പോൾ ഞാൻ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതായത് ഒരു നിയമത്തിന്റെ വേലിക്കെട്ടിനപ്പുറത്തേക്ക് ഈ പറയുന്ന നിയമവ്യാഖ്യാതാക്കൾ കടന്നാൽ അവര് തന്നെ അവഹേളിതരായി പോകും. അപ്പൊ ആ രീതിയിൽ അത് ലംഘിക്കുന്നത് രാജ്യ സുരക്ഷയ്ക്ക് ഭൂഷണമല്ല, രാജ്യത്തിന്റെ ഘടനയ്ക്ക് ഭൂഷണമല്ല. ഇത് സുപ്രീം കോടതി ജഡ്ജിമാർ ഇനി എന്നാണ് മനസ്സിലാക്കുക? ഇനി അഥവാ ഇവർ പറയുന്ന ഈ പോയിന്റിനോട് ആത്മാർത്ഥത ഉണ്ടെന്നിരിക്കട്ടെ. അതായത് അങ്ങനെ അനന്തമായിട്ട് വെച്ച് താമസിക്കുന്നത് ശരിയല്ല, 90 ദിവസത്തിനകം തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിലെ ഇതേ ജഡ്ജിമാരുടെ മൂക്കിന്റെ താഴെ 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കാണ്. എത്ര കാലമായിട്ടാണ് കെട്ടിക്കിടക്കുന്നത്? 3 മാസമല്ല, 3 വർഷമല്ല, 30 വർഷമല്ല, തലമുറകളായിട്ടുള്ള കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്ന ഭാരതത്തിൽ ആ ജുഡീഷ്യറിയുടെ തലപ്പത്ത് കയറി ഇരിക്കുന്നവരാണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് 90 ദിവസം, ഗവർണർ 90 ദിവസം എന്നൊക്കെ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 5.5 കോടി കേസ് തീർത്തിട്ട് പറ. അതൊക്കെ ജീവിതമല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ആത്മാർത്ഥത പോലും ഇവർ കാണിക്കാത്തത്? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം ഈ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ജഡ്ജിമാരെ പോലും സ്വാധീനിക്കുന്നുണ്ടോ, ആ സ്വാധീനം അതിര് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജനാധിപത്യപരമായ രീതിയിൽ ഒരു തുറന്ന സംവാദത്തിന് ജഡ്ജിമാര് തയ്യാറാകണം എന്ന് പൊതുസമൂഹം ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ.
ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു കൊളീജിയം സിസ്റ്റം പൊളിച്ചെഴുതണം എന്ന് പൊതുജനം ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പനപ്പൂപ്പന്മാരായിട്ട് പരമ്പരയായിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരാകുന്ന ഈ ഒരു സമ്പ്രദായം തന്നെ മാറ്റേണ്ടതല്ല എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? ചോദ്യം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും, മറുപടി ചിലപ്പോൾ പറയേണ്ടി വരും. അതീവ ഗുരുതരമായ ഒരു രീതിയിലാണ് ഇന്ന് ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നീക്കം എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്റെ ഒരു സംശയമാണ്, തെറ്റണയെ ക്ഷമിക്കണം. സാധാരണ ഒരു വധശിക്ഷ വിധിച്ച ഒരാൾ ദയാഹർജിയുമായി പോകുന്നത് പോലും രാഷ്ട്രപതിയുടെ മുൻപിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഒരാളുടെ തലവര പോലും മാറ്റി എഴുതാൻ കഴിയുമെന്നിരിക്കെയല്ലേ ഇത്തരത്തിലൊരു നിർദ്ദേശം, ഇത്തരത്തിലൊരു എന്താ പറയാ, ഒരു പോലെ പറയുന്നത്? പ്രജിത ചോദിക്കുന്ന ആ ചോദ്യം ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ ചോദ്യമാണ്. ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയെ വെറുതെ വിടാൻ അധികാരമുള്ള വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി. ആ രാഷ്ട്രപതിയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കാൻ എവിടെയാണ് അധികാരം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 90 ദിവസത്തിനകം നിങ്ങൾ ഈ വധശിക്ഷയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് പോലും വിലയില്ലാതെ പോകുന്ന ഒരു കാലഘട്ടമല്ലേ സ്വയം വരുത്തി വെച്ചിരിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നന്ദി സർ.